സുധിച്ചേട്ടൻ്റെ ആണ്ടായിരുന്നല്ലേ ഇന്നലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഞാൻ ഒരിടത്ത് ഒരു ചെറിയൊരു കമൻ്റായി കണ്ടതാണ്. അന്ന് തന്നെയായിരുന്നു നിങ്ങളുടെ രണ്ടാമത്തെ ആൽബത്തിൻ്റെ അനൗൺസ്മെൻറ്റും കഴിഞ്ഞ ദിവസം തന്നെയാണ് നടത്തിയത്. അതൊരു ശരിയായ ഒരു നിലപാടായിരുന്നു. അതായത് സ്വാഭാവികമായിട്ടും സുധിച്ചേട്ടന്റെ 2ാം ചരമവാർഷികം അന്ന് എല്ലാവരെയും എനിക്ക് തോന്നുന്നു എല്ലാ മാധ്യമങ്ങളെയും വിളിച്ചു വരുത്തിയത് രേണു ചേച്ചി തന്നെ. വിളിച്ചു വരുത്തിയിട്ടില്ല. അന്ന് ഞങ്ങൾ ഏത് ആൽബം ചെയ്താലും അവർക്ക് അല്ല, ഞാൻ വേറൊരു വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു നിങ്ങള് എന്താ ഞങ്ങളുടെ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്നത് പ്രമോഷന്റെ കാര്യത്തിന് ഇവര് തന്നെയാണ് അവിടെ വരുന്നത്. അപ്പൊ അന്ന് എന്നോട് ചോദിച്ചു, അപ്പൊ ഞാൻ 5-ാം തീയതി അപ്പൊ ഞങ്ങൾ വരുമെന്ന് പറഞ്ഞു. അവര് തന്നെയാണ് ഈ സമയത്ത് നിൽക്കുന്നത് ഹിൽസില്. അല്ല, ഞാൻ അപ്പോഴും ചോദിക്കുന്നത് എങ്കിൽ പോലും ഒരു സ്വാഭാവികമായിട്ടൊരു എന്താ പറയാ വേദന നിറഞ്ഞ ഒരു ദിവസമാണല്ലോ. എന്താണെങ്കിലും ആ ഡേറ്റ് എന്ന് പറയുന്നത് രേണുസുധിക്ക് ഒരിക്കലും ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കാൻ കഴിയാത്തൊരു ഡേറ്റ് ആണ്. ആ ഡേറ്റിൽ സ്വാഭാവികമായിട്ടും അവിടെ അങ്ങനെ ഒരു സങ്കടപ്പെടുത്തുന്ന ഒരു ഫംഗ്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ സങ്കടപ്പെടുത്തുന്ന സമയമല്ലേ. ഞാൻ പറയട്ടെ, സുധിച്ചേട്ടൻ എന്തായാലും മരിച്ചു. സുധിച്ചേട്ടൻ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നവരാണ് ആ ഒരു ദിവസം. പിന്നെ നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി നമ്മൾ ആ ദിവസമായിരുന്നോ അത് ചെയ്യേണ്ടതാണ് എന്റെ ചോദ്യം. ഇന്ന് ചെയ്താൽ പോലും അത് തെറ്റില്ല. എനിക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ് തെറ്റായിട്ട്? കാരണം ഞാൻ വർക്ക് ചെയ്യുന്ന സുധിച്ചേട്ടൻ ഇഷ്ടമാണ്. പക്ഷെ ആ ദിവസം തന്നെ ചെയ്യണമായിരുന്നു എന്നാണ് ചോദ്യം. അത് നിങ്ങളുടെ ചോദ്യം. എനിക്കത് വിഷയമൊന്നുമല്ല. ഞാനത് അതിനകത്ത് ഒരു തെറ്റും കാണുന്നില്ല. എനിക്ക് എന്റെ പേഴ്സണലി കാണുന്നില്ല. അത് അത്ര വൃത്തികേടൊന്നും അല്ല നമ്മൾ ചെയ്ത വർക്കിനെ പറ്റി പറയുന്നത്. അല്ല, അതാണ് ആ ദിവസം. അതാണ് എന്റെ പ്രശ്നം. ഇപ്പൊ നിലവിൽ അല്ല, അപ്പോഴും ഞാൻ ചോദിക്കുന്ന ചോദ്യം നിങ്ങൾക്ക് അത് ക്ലിയർ ആകാത്ത പോലെ നിങ്ങൾ അഭിനയിക്കുകയാണെന്ന് എനിക്കറിയില്ല. അതായത് ഞാൻ ചോദിക്കുന്നത് നിലവിൽ സുധിച്ചേട്ടൻ മരിച്ച ദിവസം സുധിച്ചേട്ടന്റെ ആ ഫംഗ്ഷൻ കവർ ചെയ്യാൻ വന്നവരാണല്ലോ ആ മാധ്യമങ്ങൾ. ആ മാധ്യമങ്ങൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10-50ഓളം പേർ വന്നിരുന്നല്ലേ? 50ഒന്നുമില്ല, ഞങ്ങളുടെ ചാനലിൽ നിന്നും വന്നിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അത്രയും ആൾക്കാർ വന്ന ആ ദിവസം തന്നെ നിങ്ങൾ അത് സെലക്ട് നിങ്ങളുടെ 2ാമത്തെ ആൽബത്തിന്റെ പൂർണ്ണമാക്കിയതിനു ശേഷം ആ ദിവസം തന്നെ നിങ്ങളുടെ 2ാമത്തെ ആൽബത്തിന്റെ അനൗൺസ്മെന്റ് നിങ്ങൾ നടത്തണമെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ അവിടെ ആ സുധിച്ചേട്ടന്റെ ഫംഗ്ഷനേക്കാൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത് താങ്കളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ 2 പേരുടെയും ആ ആൽബത്തിന്റെ അനൗൺസ്മെന്റിനാണെന്ന് ഞാൻ പറഞ്ഞാൽ. ഞാനൊരു കാര്യം പറയട്ടെ, രാവിലെ കല്ലറയിൽ പോയി, അവിടെയാണല്ലോ സുധിച്ചേട്ടന്റെ ഭൗതിക ശരീരം. അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു, അവിടെ വെച്ച് അനൗൺസ്മെന്റ് ചെയ്തു. ഇല്ലല്ലോ. ഹിന്ദു മതത്തിൽ നിന്നും ക്രിസ്ത്യാനിറ്റിയിലേക്ക് വന്നായിരുന്നു. ഇല്ല, വന്നിട്ടില്ല. ആള് ഹിന്ദു തന്നെയാണ്. ജനിച്ചതും ഹിന്ദുവിലാണ്, അടക്കിയത് മാത്രം ക്രിസ്ത്യൻ രീതിയിലാണ്. പക്ഷെ ആള് ഹിന്ദു തന്നെയാണ്. കല്ലറയിൽ വെച്ചാണല്ലോ ചടങ്ങ് നടന്നത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് പറയുന്നത് വ്യക്തമായിട്ടാണ് ഞാൻ പറയുന്നത്. തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഒരു പ്രയറും കൂടെ ഉണ്ടായിരുന്നു. അതും കൂടെ കഴിഞ്ഞ് അത് അവിടെ തീർന്നു. അതായത് ആ ചടങ്ങ് തീർന്നു. പിന്നെ അപ്പോഴാണ് പ്രൊഡ്യൂസർ വിളിച്ചു, നമ്മുടെ ആൽബം ഇന്ന് റിലീസ് ആവുകയാണ്, പുതിയ വർക്ക് റിലീസ് ആവുകയാണ്, നിങ്ങളത് പറയണം എന്ന് പറഞ്ഞ് ഞങ്ങൾക്ക് പറയാതിരിക്കാൻ. കാരണം അത് വൾഗറല്ലോ അത് പറയുന്നത്. വൾഗറല്ലോ. സന്തോഷിക്കേണ്ട ദിവസമാണോ അത്? ആ ചടങ്ങ് അവിടെ അതെന്റെ മനസ്സിലെ കാര്യമില്ല. നമുക്ക് വർക്കിനെ പറ്റി പറഞ്ഞേ പറ്റില്ല. അപ്പൊ ആ മനസ്സ് ഒരു അല്പം മോശമായിട്ട് കരുതേണ്ട ഒരു മനസ്സാണെന്ന് ജനങ്ങൾ കരുതിയാൽ ജനങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ? അതായത് സ്വാഭാവികമായിട്ടും ഇപ്പം എനിക്ക് എൻ്റെ ഫാദറോ അല്ലെങ്കിൽ എൻ്റെ മദറോ എൻ്റെ ആരെങ്കിലും മരണപ്പെട്ട ഒരു ദിവസം എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ ദിവസം എൻ്റെ മോശം ദിവസമായിട്ട് കണക്കാക്കുന്ന ആളാണ് ഞാൻ. അങ്ങനെയായിരിക്കും എല്ലാ ജനങ്ങളും അങ്ങനെയായിരിക്കും എന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ. അപ്പം സ്വാഭാവികമായിട്ടും ചേച്ചിയുടെ എല്ലാമായിരുന്നു സുധിച്ചേട്ടൻ മരിച്ച ആ ദിവസം തന്നെ ഒരു തോന്നിയില്ല. സുധീഷിനും തോന്നുന്നില്ല? തെറ്റെന്നല്ല എങ്കിൽ പോലും അത് വേണ്ടായിരുന്ന ഒരു കാര്യമല്ലേ? നമ്മളെ വിട്ട് പോയി കഴിഞ്ഞാൽ ആ വിട്ട് പോണ ദിവസം നമുക്ക് ഭയങ്കര ഇതായിരിക്കും. ഒരാഴ്ച നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും. ആ ഒരാഴ്ച സങ്കടം ആയിരിക്കില്ല ഒരു മാസം കഴിഞ്ഞാൽ. അല്ല, മറവിയാണ് ദൈവം തന്നിരിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം. അപ്പോ സുധിച്ചേട്ടൻ എന്റെ ഇതിൽ പറയുന്ന കേട്ടോ, ഇപ്പൊ നമ്മളെ പോയ ആള് ഒരിക്കലും നമ്മളെ സന്തോഷിച്ച് എപ്പോഴും ഇരിക്കണം ഒരാൾ ആഗ്രഹിക്കുക. അപ്പൊ ആ ചേച്ചിക്ക് ആ ഒരു സന്തോഷം ആളങ്ങനെ അതാ ലെവലിൽ ആഗ്രഹിക്കുള്ളൂ. അപ്പൊ അതിൽ അത്ര വലിയൊരു തെറ്റ് എനിക്ക് തോന്നിയില്ല. കാരണം ആള് ഓൾറെഡി ആ ആളാണ് ഓടുന്നത് ഈ ഒരു കാര്യം. ഒരു ജോബിന്റെ കാര്യത്തിലാണെങ്കിൽ ശരി, വീട്ടിലത്തെ കാര്യത്തിലാണെങ്കിൽ ശരി,
ഇങ്ങനെ ചെറിയ ചെറിയ വർക്ക് കിട്ടിയാലാണ് നാളെ ജീവിക്കാൻ ഇവൻ പറ്റും. വിളിക്കത്തുള്ളൂ. 100%. അപ്പൊ നമ്മള് എനിക്കിങ്ങനെ പറ്റില്ല, അങ്ങനെ പറ്റില്ല, നാളെ വേറെ ആൾ വിളിക്കത്തില്ല. അങ്ങനെ വിളിക്കാതിരുന്നു കഴിഞ്ഞാൽ ആളുടെ ഒപ്പം ഓടാൻ വേറെ ആളെ കുടുംബത്തിൽ ഇല്ല. ഞാൻ എത്ര ദിവസം പരിചയം വെച്ച് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ ആ ഒരു കുടുംബത്തില് ഒരു എന്താ പറയാ, ഒരു 100 രൂപ എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെ അച്ഛന്റെ കയ്യിൽ ഉണ്ടാവില്ല, അമ്മന്റെ കയ്യിൽ ഉണ്ടാവില്ല, അവിടെ ഒറ്റയാളുടെ ഇല്ല, ഇയാൾ തന്നെ പോണം. അപ്പൊ ആള് സൈലന്റ് ആയിട്ട് വിഷമിച്ചിട്ട് നിന്ന് കഴിഞ്ഞാൽ അവിടെ ഇമോഷൻസിന് പ്രാധാന്യം എനിക്ക് തോന്നുന്നില്ല. എനിക്ക് അങ്ങനെയാണ് ഈ പറഞ്ഞ ക്വസ്റ്റ്യനിൽ തോന്നിയത്.